കള്ളപ്പം ഉണ്ടാക്കുന്നതിനുള്ള മാവ് തയ്യാറാക്കാം നമുക്ക്. അതിനുവേണ്ടി അരമുറി തേങ്ങ, ഒരു പിഞ്ച് ജീരകം, ഒരു ചെറിയുള്ളി, ഒരു വെളുത്തുള്ളി, പിന്നെ ഒരു തേങ്ങയുടെ വെള്ളത്തിൽ ഒരു സ്പൂൺ പഞ്ചസാരയും ഈസ്റ്റും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ അരി ഒരു 5-6 മണിക്കൂർ കുതിർത്തിടണം. അതിനുശേഷം ആദ്യമേ അരിയും ചെറിയ ജീരകവും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഈ തേങ്ങാവെള്ളം കൂടി മിക്സിയിലടിക്കണം. അത് നന്നായിട്ട് ഏകദേശം അടിച്ച് മുക്കാലാകുമ്പം നമ്മൾ തേങ്ങ ഇട്ട് 1 സെക്കൻഡ് കറക്കിയാൽ മതി കള്ളപ്പത്തിനുള്ളത്. അപ്പോൾ കള്ളപ്പത്തിൻ്റെ മാവ് റെഡിയാകും. വെള്ളം കുറയ്ക്കണം പരമാവധി, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ദോശ പോലെയായി പോകും. അങ്ങനെ വെള്ളം കുറച്ച് അപ്പം നമുക്കത് മിക്സിയിലരച്ച് ഞാൻ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ അപ്പം ഉണ്ടാക്കിയത്. അതിൻ്റെ പാത്രത്തിൻ്റെ മാവ് ഇങ്ങനെ ഇരിക്കണം. ഇതിപ്പോൾ രാവിലെ ഞാൻ ഉണ്ടാക്കിയ അതിൻ്റെ ബാക്കിയാണ് മാവ്. ഇത്രയും കുറുകിയിരിക്കണം, അല്ലെങ്കിൽ വളരെ നേർത്ത് പോകും, അത് കൊള്ളത്തില്ല. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ തലേദിവസം അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ആകുമ്പോഴത്തേനും നല്ല പൊളിച്ച് പൊന്തി നല്ല പാകത്തിന് നല്ല അപ്പം, സൂപ്പർ അപ്പമായിരിക്കും. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്ക്. കള്ളപ്പവും മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ചുട്ട് വെച്ചു, അത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. പിന്നെ വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ 10 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റുന്ന മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ 4 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ട ചേരുവകൾ: 2 മീഡിയം സൈസ് സവോള, 2 പച്ചമുളക്, 1 പിടി മല്ലിയില, ഇത്തിരി കറിവേപ്പില, ഇത്തിരി ഇഞ്ചി, ഒരു കഷ്ണം, ഒരു 4 വെളുത്തുള്ളി, പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, ഇത്തിരി ഗരം മസാല, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ സവാള കുക്കറിലേക്ക് ഇടുകയാണ്. നമ്മളിത് എണ്ണയ്ക്കകത്ത് വഴറ്റുന്നൊന്നുമില്ല, എല്ലാം ഒന്നിച്ചിട്ട് വിസിലടിപ്പിക്കുകയുള്ളൂ. ഓരോന്നായിട്ട് പാകത്തിന് വഴറ്റുന്നൊന്നുമില്ല. 1 കപ്പ് വെള്ളം ചേർക്കും. ചേർക്കുക. അതിൻ്റെ പുറമെ ഒരു സ്പൂൺ എണ്ണ ചേർത്തിട്ട് ഒഴിക്കും. കടുകിടും. രണ്ട് ചെറിയുള്ളി കീറിയതും അതിനുശേഷം നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട ഇങ്ങനെ ചെറുതായിട്ട് വരഞ്ഞ് നല്ല നാടൻ കോഴിയുടെ നല്ല കരിക്കോഴിയുടെ മുട്ടയാണ് കേട്ടോ. പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ അടച്ചു വെക്കുക. അപ്പോൾ രുചികരമായ പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു മുട്ടക്കറിയാണിത്. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. കല്യാണം കഴിച്ച് വരുന്ന പെട്ടെന്നുള്ള ചെറിയ മക്കൾക്കൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണിത്.